വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ബോൺസായിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് ഹോർട്ടിക്കൾച്ചറിൽ പഠിക്കാനുള്ള ഒരെണ്ണമാണ് ബോൺസായി എന്നുള്ളത്. ബോൺസായിയുടെ പല കാര്യങ്ങളും പഠിക്കാനുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ക്വസ്റ്റ്യൻസ് വരാറുള്ള ഒരു പോർഷനാണ്. ഇത് പഠിച്ചിട്ട് നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഇനി ബോൺസായി ഉണ്ടാക്കാമല്ലോ. നല്ല എളുപ്പമാണ് ശരിക്കും ബോൺസായി ഉണ്ടാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു ബോൺസായി ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ബോൺസായി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺസായി എന്ന് പറയുന്നത് Bonsai is the art of growing plants in dwarfed or miniature form to make the attractive ornamentals. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലേ ബോൺസായികൾ കാണാനുണ്ടാവുക. ഈ ഒരു ഷേപ്പ് മാത്രമല്ല, നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ വലിയതായിട്ട് വളരുന്ന ഇപ്പോൾ ആല് അതുപോലെയുള്ള മരങ്ങളുണ്ടല്ലോ, പൈൻ, അത്രയും വലിയ മരങ്ങളെ നമുക്കൊരു ചെറിയൊരു ചട്ടിയിൽ വളർത്താൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് ബോൺസായി എന്ന് പറഞ്ഞാൽ. ബോൺസായി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റുകളെ വളർത്തുന്ന ഒരു ടെക്നിക്കാണ്. എങ്ങനെയാണ് പ്ലാന്റുകളെ വളർത്തുന്നത്? അതിൻ്റെ വലിപ്പം കുറച്ച് അതിൻ്റെ ഒരു ചെറിയ ഫോമിലാക്കി നടുന്ന അട്രാക്റ്റീവ് ഓർണമെൻറ്റൽസ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? ബോൺസായി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബോൺസായിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരുപാട് ടൂൾസ് ഉണ്ട്. ഏതെങ്കിലും ടൂൾസ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടിക്കലിനൊക്കെ ടൂൾസ് തരാം. അത് ഇപ്പോൾ നിങ്ങളുടെ കോളേജിൽ ടൂളുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ടൂൾസ് തന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും, ഇവരുടെ പേര് എഴുതാൻ പറയും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് ബോൺസായി ടൂളാണെന്നല്ല എഴുതേണ്ടത്, എന്താണ് അതിൻ്റെ പേര് അതാണ് എഴുതേണ്ടത്. അങ്ങനെ വരാറുണ്ട് കേട്ടോ, എക്സാമിന് വരാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഓരോ ടൂളുകളും പേരടക്കം പഠിച്ചു വയ്ക്കുക. കുറച്ച് ടൂളുകളേ ഉള്ളൂ. ഇപ്പോൾ ഇതിൽ കുറേ ടൂളുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിൽ തന്നെ കുറച്ച് ടൂളുകളുടെ ഫോട്ടോസും അതുപോലെ അവരുടെ പേരുകളുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. നമ്മൾ നോർമലി ഗാർഡനിൽ യൂസ് ചെയ്യുന്ന നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ടൂളുകളും അല്ലാതെ കുറച്ച് കൂടുതലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ടൂൾസ് നോക്കുകയാണെങ്കിൽ ചെറിയ സിസറുകൾ, പ്രൂണിങ്ങിന് വേണ്ടിയിട്ട്. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് നിർത്തുന്ന ഒരു ടെക്നിക്കാണ് പ്രൂണിങ് എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ സിസറുകൾ, വലിയ സിസേഴ്സൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. അതുപോലെ പില്ലേഴ്സ് യൂസ് ചെയ്യേണ്ടി വരും. പില്ലേഴ്സ് എന്ന് പറയുന്ന സ്ട്രക്ചറൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം. അതുകളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും. പിന്നെ പ്രൂണിങ് സിസേഴ്സ് ഉണ്ട്, ഷൂട്ട് പ്രൂൺ ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ, ലീഫ് വരുന്ന ഭാഗങ്ങളൊക്കെ, മുകളിലുള്ള ഭാഗങ്ങളൊക്കെ, അങ്ങനെ ഷൂട്ട് പ്രൂണിങ് ചെയ്യാറുള്ളതുണ്ട്, റൂട്ട് പ്രൂണിങ് ചെയ്യാറുള്ളതുണ്ട്. പിന്നെ ലീഫ് കട്ടിങ് ഉണ്ട്. ലീഫുകളും വലിപ്പം കുറയ്ക്കണം അല്ലേ? അപ്പോൾ ലീഫ് കട്ട് ചെയ്യാനുള്ള ലീഫ് കട്ടറുകളുണ്ട്, ക്ലിപ്പുകളുണ്ട്. ബാർക്ക്, ഇപ്പോൾ വലിയ മരങ്ങളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ അറിയാം, അതിനൊക്കെ ബാർക്ക് ഉണ്ടായിരിക്കും അല്ലേ? അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയറാണ് ബാർക്ക് എന്നുള്ളത്. പ്ലാന്റിൻ്റെ വലിയ മരങ്ങൾക്കാണ് കറക്റ്റായിട്ട് നമുക്ക് ഒരു ബാർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ ബാർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പറുകളൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ കോപ്പർ വയേഴ്സ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തണ്ടിൽ, നമ്മൾ ബോൺസായി ആക്കാൻ പോകുന്ന പ്ലാന്റിൻ്റെ തണ്ടിൽ വയറുകൾ വെച്ചിട്ട് ഇങ്ങനെ വളയ്ക്കാൻ പറ്റും. വയറുകൾ ഇങ്ങനെ ചുറ്റി വളയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളൊരു ഡിസൈനിലാക്കിയിട്ട് ആ ഒരു പ്ലാന്റിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വയറുകൾ ഉള്ളത്. പിന്നെ വയർ കട്ടറുകളുണ്ട്, വയർസിനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വയർ കട്ടേഴ്സ് ഉണ്ട്. പിന്നെ ബോൺസായിയുടെ ബോൺസായി ഉണ്ടാക്കുന്ന ഒരു പ്ലാന്റിൻ്റെ ട്രങ്കിലൊക്കെ ഹോൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയായിട്ടാക്കണ്ടേ. അപ്പോൾ കുറേ ഹോളുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കോൺകേവ് കട്ടേഴ്സ് ഉണ്ട്. സോകളുണ്ട്, ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സോകളുണ്ട്. സോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അറക്കവാളില്ലേ, അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ ഫോം. ഇതാണ് സോ എന്നുള്ള സാധനം കേട്ടോ. അതിൻ്റെ ഒരു ചെറിയൊരു ഫോമാണ് നമ്മുടെ അറക്കവാളിൻ്റെയൊക്കെ മിനിയേച്ചർ ഫോമാണ്. ഇത് അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ റേക്കുകളുണ്ട്, അൺറൂട്ടിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ 2 റേക്കുകളാണ്. ഇത് എന്താണ്, ഇപ്പോൾ നമ്മൾ ഒരു പോട്ടിൽ നട്ടിട്ട് അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീപോട്ട് ചെയ്യണം. അതായത് ഒരു പോട്ടിൽ നിന്ന് അടുത്ത പോട്ടിലേക്ക് മാറ്റണം. ഇടയ്ക്കിടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഒരു 6 മാസം, 1 വർഷം, ചിലതൊക്കെ 2 വർഷമൊക്കെ ആകുമ്പോൾ നമ്മൾ റീപോട്ട് ചെയ്യണം. ആ സമയത്തൊക്കെ മണ്ണൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളത് യൂസ് ചെയ്യാം, റേക്കുകൾ യൂസ് ചെയ്യാം. പിന്നെ ഫിൽറ്ററുകൾ യൂസ് ചെയ്യും. ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെറിയ നെറ്റുകളാണ്, കുഞ്ഞു നെറ്റുകളാണ്. അതിൻ്റെ മെഷുകൾ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ മെഷുകളായിരിക്കും. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ വലിയ ഹോൾസ് ഒക്കെ ഉണ്ടല്ലോ, ബോൺസായിയുടെ ചട്ടിയിൽ നല്ല ഡ്രെയിനേജ് വരേണ്ട ഒരു പോട്ടാണ് ബോൺസായി പോട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൽ മണ്ണ് താഴോട്ട് ഫിൽറ്റർ ചെയ്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിൽറ്റേഴ്സ് വെക്കുന്നത്. അതുപോലെ പ്ലാസ്റ്റിക് നെറ്റും വെക്കും. ഇതും വെക്കുന്നത് മണ്ണ് താഴോട്ട് പോകാതിരിക്കാൻ വേണ്ടി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ടൂളുകൾ, നമ്മൾ ബോൺസായി മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് ഇതാണ്. അപ്പോൾ ഇവരുടെ പിക്ചേഴ്സും ടൂളിൻ്റെ പേരും നോക്കി വയ്ക്കുക. എക്സാമിന് വരാറുള്ളതാണ്, പ്രാക്ടിക്കലിനും വരാറുണ്ട്,
അതുപോലെ റിട്ടേൺ എക്സാമിന് വരാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് പേരുകളും അവരെങ്ങനെ കാണാനെന്നുള്ളതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി എന്തൊക്കെയാണ് സ്റ്റെപ്സ്, എന്തൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഒരു ബോൺസായി ഉണ്ടാക്കുമ്പോൾ? ബോൺസായിക്ക് വേണ്ട കണ്ടെയ്നർ നമ്മൾ ചൂസ് ചെയ്യണം. എന്തിലാണ് നമ്മൾ നമ്മുടെ പ്ലാന്റ് വെക്കേണ്ടത്, അതായത് കണ്ടെയ്നർ മീൻസ് അതിൻ്റെ പോട്ട് നമ്മൾ ചൂസ് ചെയ്യണം. അതുപോലെ പ്ലാന്റ് സെലക്ട് ചെയ്യണം. ഏത് ടൈപ്പ് പ്ലാന്റ് ആണ് വേണ്ടത്, അതിന് വേണ്ട ഫീച്ചേഴ്സ് ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം പ്ലാന്റ് സെലക്ട് ചെയ്യാൻ. അതുപോലെ പ്ലാന്റിൻ്റെ ഇപ്പോൾ ഒരു പ്ലാന്റ് നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ 2 ബ്രാഞ്ചസ് ഉള്ള ഒരു സ്ട്രക്ചറായിട്ടാണെങ്കിൽ ഒരു 20 വർഷം കഴിഞ്ഞിട്ടോ ഒരു 30 വർഷം കഴിഞ്ഞിട്ടോ ആ ഒരു പ്ലാന്റ് ഏത് സ്ട്രക്ചറിലായിരിക്കണം എന്നുള്ളതിനെ വെച്ചിട്ടായിരിക്കണം നമ്മളിപ്പോൾ അതിന് പ്രൈമറി പ്രൂണിങ് ചെയ്യേണ്ടത്. പ്രൈമറി പ്രൂണിങ് എന്ന് വെച്ചാൽ ഫസ്റ്റ് കട്ടിംഗ് ആണ് അത് ചെയ്യേണ്ടത്. അതുപോലെ സെക്കൻഡറി പ്രൂണിങ് ഉണ്ട്, വയറിങ് ഉണ്ട്. വയേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ വയറിങ് ചെയ്യും, ഏജിങ് ചെയ്യും. കൂടുതൽ ഏജ് തോന്നിക്കാൻ വേണ്ടിയിട്ട്, പ്ലാന്റിന് കൂടുതൽ ഏജ് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഏജിങ് ചെയ്യും. അതുപോലെ റീപോർട്ട് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റീപോർട്ട് ചെയ്യും. പിന്നെ പ്ലാന്റിനെ ബാലൻസ് ചെയ്യും, കറക്റ്റായിട്ടുള്ളൊരു എമൗണ്ടിൽ അതിനെ ബാലൻസ് ചെയ്യും, പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയിട്ട് ബാലൻസ് ചെയ്യും. അതുപോലെ അതിൻ്റെ വാട്ടറിങ്ങും ഫെർട്ടിലൈസിങ്ങും ഒക്കെ എങ്ങനെയാണ് വെള്ളം ഒഴിക്കുന്നത്, എങ്ങനെയാണ് അതിന് വേണ്ട വളം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇത്രയുമാണ് സ്റ്റെപ്സ്. നിങ്ങൾക്ക് ബോൺസായി എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് 5 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. ചില സമയത്ത് വേണമെങ്കിൽ 10 മാർക്സിൽ എസ്സേക്കും ചോദിക്കാം. എന്നാലും കൂടുതലായിട്ട് സാധ്യത കൂടുതൽ ഷോർട്ട് എസ്സേക്കാണ്. 5 മാർക്സിൻ്റെ എസ്സേക്കാണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത്. അപ്പോൾ ഈ സ്റ്റെപ്സൊക്കെ ഒറ്റ സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാണ്ട് പഠിച്ചു വയ്ക്കുക. എളുപ്പമാണ്, ജസ്റ്റ് അതിൻ്റെ പേര് മാത്രം ഓർത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടെയ്നറാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഏകദേശം ഒരുവിധം എല്ലാ ബോൺസായി പോട്ടുകളും റൗണ്ട് ഷേപ്പ്ഡ് ആയിരിക്കും. റൗണ്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ മുട്ടേരൊക്കെ ഒരു ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പ്ഡ് ആയിരിക്കും ഒരുവിധം എല്ലാ ബോൺസായി പോട്ടുകളും. അതുപോലെ ചിലരൊക്കെ പോട്ടുകളല്ലാതെ വേറെ പല മരത്തിൻ്റെ ഇതുകളൊക്കെ വെച്ചിട്ട് ചെയ്യാറുണ്ട്, കൂടുതൽ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ. അതുപോലെ വലിയ ഡ്രൈനേജ് ഹോളുകളായിരിക്കും. ഇപ്പോൾ ഈ ഒരു പോട്ട് നോക്കിയാൽ തന്നെ വലിയ ഡ്രൈനേജ് ഹോളുകളാണ്. നമ്മൾ നോർമൽ പോട്ടിൽ യൂസ് ചെയ്യുന്ന അത്രയും പോകുന്ന ഡ്രൈനേജ് ഹോളുകളൊന്നുമല്ല, അതിനേക്കാട്ടും വലിയ ഡ്രൈനേജ് ഹോളുകളാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിന്ന് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലേ. അതുകൊണ്ട് നമ്മൾ പ്ലാസ്റ്റിക് നെറ്റുകൾ അതുപോലെ ഫിൽറ്റേഴ്സൊക്കെ ഇതിൻ്റെ മുകളിൽ വെക്കും. കാരണം മണ്ണും നമ്മളിടുന്ന സാധനങ്ങളൊന്നും ഒക്കെ പുറത്തേക്ക് പെട്ടെന്ന് ഫിൽറ്റർ ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത്രയേ ഉള്ള ഒരു കണ്ടെയ്നറിൻ്റെ കാര്യം. പിന്നെ കണ്ടെയ്നർ മിക്കവാറും ഇങ്ങനെ പരന്നിട്ടുള്ള ടൈപ്പ് ആയിരിക്കും. ഒരുപാട് എമൗണ്ട് സോയിലൊന്നും കൊള്ളുന്ന പോലത്തെ ഇങ്ങനത്തെ പോട്ടുകളൊന്നും ആയിരിക്കില്ല. അതിൻ്റെ വലുപ്പം വളരെ കുറവായിരിക്കും. ചെറിയ പോട്ടുകളായിരിക്കും ഉണ്ടായിരിക്കുക. കാരണം നമ്മൾ ഒരു വലിയതായി വളരുന്ന പ്ലാന്റിന് നമ്മൾ ചെറുതാക്കി വളർത്തുകയാണ്. അപ്പോൾ ചെറുതായി കൊടുക്കാനുള്ള സാധനങ്ങൾ മാത്രം അതിന് പ്രൊവൈഡ് ചെയ്താലേ അത് ചെറുതാവുള്ളൂ അല്ലേ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെറിയ പോട്ടുകളാണ് യൂസ് ചെയ്യുക. ചെറിയ പരന്ന റൗണ്ട് പോട്ടുകളാണ് യൂസ് ചെയ്യുക. നല്ല വലിയ ഡ്രെയിനേജ് ഹോളുകളൊക്കെ ഉള്ളതാണ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, അത്രേ ഉള്ളൂ നമ്മുടെ കണ്ടെയ്നറിൻ്റെ കാര്യം. അതുപോലെ പ്ലാന്റ് സെലക്ഷൻ, ഏത് ടൈപ്പ് പ്ലാന്റിന് വേണം നമുക്ക് സെലക്ട് ചെയ്യാൻ. നമ്മൾ കൂടുതലായിട്ട് സെലക്ട് ചെയ്യാറുള്ളത് വലിയതായിട്ട് വളർന്നു പോകുന്ന ടൈപ്പ് പ്ലാന്റുകളാണ്. ഇപ്പോൾ ഫൈക്കസ്, ആലിൻ്റെ തന്നെ പല വെറൈറ്റികളുണ്ട് അല്ലേ. ആലിൻ്റെ വെറൈറ്റികൾ, അതുപോലെ കുറേ പ്ലാന്റ്സ് ഉണ്ട് വലിയതായിട്ട് വളരുന്നത്. കാരണം അവരാണ് കൂടുതൽ ഡ്യൂറബിൾ ആയിരിക്കുക, കൂടുതൽ കാലം നിൽക്കുന്നത് ആ ഒരു ടൈപ്പ് പ്ലാന്റുകളായിരിക്കും. അല്ലാതെ ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്പ്യാർവട്ടമൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതും പെട്ടെന്ന് വളരുന്നതാണ്. ഒരു മാക്സിമം ഒരു 10 കൊല്ലം വരെ ഒക്കെ നിൽക്കും ആ ഒരു പ്ലാന്റ്. 10 കൊല്ലം വരെയൊക്കെ നമുക്ക് അതിന് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിന് കൂടുതലായി കഴിഞ്ഞാൽ നിൽക്കില്ല. ഓക്കെ, നമ്മളെപ്പോഴും ഒരു പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വളരുന്ന പ്ലാന്റ് ആയിരിക്കണം, നല്ലൊരു പ്ലാന്റ് ആയിരിക്കണം, ഗ്രീൻ ലീവ്സ് ഒക്കെ ആയിരിക്കണം. അതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ ഫസ്റ്റ് പ്രൂണിങ് ചെയ്യുമ്പോൾ നന്നായിട്ട് അതിനെ കട്ട് ചെയ്യും. ആ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡാമേജ് ഒക്കെ സഹിക്കാൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ് ആണോ എന്നുള്ള രീതികളൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ ഒരു പ്ലാന്റിനെ സെലക്ട് ചെയ്യാൻ. ആ പ്ലാന്റ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ അതിനെ വേണമെങ്കിൽ ഒരു നഴ്സറിയിൽ നിന്ന് സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മതിലിൻ്റെ അവിടെയൊക്കെ നിൽക്കുന്ന ചെടികളായിരിക്കും, വലിയ മരങ്ങളാവുന്നതിൻ്റെ ചെറിയ സീഡ്ലിങ്സ് ഒക്കെ ആയിരിക്കും. അത് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഒരു പ്ലാന്റ് കളക്ഷൻ നടത്താം. ഇനി അടുത്തതാണ് പ്ലാന്റ് ഷേപ്പ് ആൻഡ് പ്രൈമറി പ്രൂണിങ്. പ്രൈമറി പ്രൂണിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലാന്റ് സെലക്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് നമ്മളതിനെ കട്ട് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്? നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ ഒരു 30 വർഷം കഴിഞ്ഞിട്ടോ 20 വർഷം കഴിഞ്ഞിട്ടോ ആ ഒരു പ്ലാന്റ് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് നമ്മൾ
ഇമാജിൻ ചെയ്യണം. എന്നിട്ട് അങ്ങനെ ഒരു ഷേപ്പിലേക്ക് അതിനെ മാറ്റണമെങ്കിൽ ഇപ്പം നമ്മൾ ഏത് ഭാഗം ഏത് ബ്രാഞ്ച് കട്ട് ചെയ്യണം എന്നുള്ളത് ഇപ്പോഴേ നോക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൈമറി പ്രൂണിങ് ചെയ്യേണ്ടത്. പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് നിർത്തേണ്ടത്. അതാണ് പ്രൈമറി പ്രൂണിങ്. നമ്മൾ അതിൻ്റെ അൺവാണ്ടഡ് ആയിട്ടുള്ള ബ്രാഞ്ചസ് കട്ട് ചെയ്യുക, അൺവാണ്ടഡ് ആയിട്ടുള്ള റൂട്ടുകൾ കട്ട് ചെയ്യുക, അതുപോലെ വേണ്ടാത്ത ലീഫ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് എങ്ങനെയാണത് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഐഡിയയിലേക്ക് അതിനെ മാറ്റുക. പിന്നെ നമുക്ക് ഇടയ്ക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ഇങ്ങനെ മാറ്റാൻ നോക്കരുത്, കാരണം അത് കറക്റ്റായിട്ട് വരില്ല. ആ ഒരു പ്ലാന്റിനെ ഡാമേജ് ചെയ്യുകയാണ് ചെയ്യുക. ലാസ്റ്റ് ഒരു ഷേപ്പും അല്ലാതെ മാറുക ചെയ്യുക. അപ്പോൾ എങ്ങനെയാണത് വേണ്ടതെന്ന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് ഷേപ്പുകളുണ്ട്, ഡിസൈൻസ് ഉണ്ട് ബോൺസായി ഉണ്ടാക്കേണ്ടത്. അത് നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം, വേറൊരു വീഡിയോയിൽ നമുക്ക് പറയാം ഏതൊക്കെയാണ് ആ ഡിസൈനുകൾ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ആക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള രീതിയിലായിരിക്കണം നമ്മൾ പ്രൈമറി പ്രൂണിങ് ഫസ്റ്റ് കട്ടിങ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി അടുത്തതാണ് സെക്കൻഡറി പ്രൂണിങ്. ഫസ്റ്റ് പ്രൂണിങ് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിഞ്ഞാൽ, ഒരു 6 മാസം 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡറി പ്രൂണിങ് ചെയ്യണം. അതായത് നെക്സ്റ്റ് ലെവൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഇതൊരു ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ഒരു ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആ പ്ലാന്റ് ഫസ്റ്റിലേ തൊട്ട് വളരണമെന്നില്ല അല്ലേ, അതിൻ്റേതായ ഗ്രോത്തുകൾ വരും. അപ്പോൾ അതൊക്കെ നമ്മൾ കളഞ്ഞിട്ട് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ അതിനെ പതുക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെക്കൻഡറി പ്രൂണിങ് എന്ന് പറഞ്ഞാൽ ഒരു ടൈം പീരീഡ് കഴിയുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി വയറിങ്, അടുത്ത സ്റ്റെപ്പാണ് വയറിങ്. വയറിങ് എന്ന് പറഞ്ഞാൽ കോപ്പർ വയേഴ്സും അതുപോലെ വയർ കട്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ. ഇതിൽ കോപ്പർ വയറുകൾ യൂസ് ചെയ്യും. അത്യാവശ്യം കട്ടിയുള്ള ടൈപ്പും കട്ടി കുറഞ്ഞ ടൈപ്പൊക്കെ നമ്മൾ യൂസ് ചെയ്യും. അത് ആ ഒരു പ്ലാന്റിൻ്റെ ട്രങ്കിൻ്റെ വലുപ്പം അനുസരിച്ച്, അല്ലെങ്കിൽ ട്രങ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ബ്രാഞ്ചിൻ്റെ വലുപ്പം അനുസരിച്ചിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിങ്ങനെ ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ ഇങ്ങനെ വൈൻഡ് ചെയ്യും, ആ ഒരു ബ്രാഞ്ചിൽ വൈൻഡ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ ഇതിപ്പോൾ വയറുണ്ടല്ലോ, കോപ്പർ വയേഴ്സ് ചുറ്റിയിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ഈ ഒരു പ്ലാന്റിന് ഇങ്ങനെ വളയ്ക്കാൻ പറ്റും, കാരണം വയറുകൾ ഈസിലി വളയും. അതുകൊണ്ട് തന്നെ ഈ ബ്രാഞ്ചിൽ ഇപ്പോൾ വയേഴ്സ് ഉള്ള കാരണം നമുക്ക് ഈസിലി ഏത് ഷേപ്പിലേക്കാണ് ആക്കേണ്ടതെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലേക്ക് ആ ഒരു ബ്രാഞ്ചിനെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വയറിങ് ചെയ്തിട്ട് ഒരിക്കലും നല്ല ടെമ്പറേറ്റ് ആയിട്ടുള്ള കണ്ടീഷൻ, അല്ലെങ്കിൽ നേരെ കൊണ്ട് വെയിലത്ത് വെക്കരുത്. വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ വയറ് സോളിഡാണ്, ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് കേടായി പോകും. അതുകൊണ്ട് ഷെയ്ഡഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ വേണം എപ്പോഴും വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിനെ വെക്കാൻ. അതുപോലെ വയറിങ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു അഡ്വാൻറ്റേജ് എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വയറിങ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ബ്രാഞ്ചുകൾ ഇങ്ങനെ വലിഞ്ഞിരിക്കല്ലേ. അപ്പോൾ ഒരു വയർ ഇരിക്കുന്ന സ്ഥലത്ത് ആ ഒരു ബ്രാഞ്ചിന് പിന്നെ വളരാൻ സാധിക്കില്ല. അതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ആയിരിക്കും അതിൻ്റെ ഒരു വയറിങ്, ഒരു ഗ്രോത്ത് നടക്കുക അല്ലേ. അപ്പോൾ ഇതാണ് ബ്രാഞ്ച് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വൈൻഡ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഈ വയർ ഇരിക്കുന്ന സ്ഥലത്ത് ആ ഒരു ബ്രാഞ്ചിന് ഇനി വളരാൻ സാധിക്കില്ല. അതപ്പോൾ എവിടെയാണ് വളരുക, ഈ ഭാഗത്ത്, അതുപോലെ ഈ ഭാഗത്ത്, അതിൻ്റെ ഇടയിലായിരിക്കും വളരുക. അപ്പോൾ അതും ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു പ്ലാന്റിന് കൊടുക്കും. ഓക്കെ, അതാണ് വയറിങ്. ഇനി ഏജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൺസായി നമുക്ക് ഏജ്ഡ് ആയിട്ട് തോന്നിക്കണമെങ്കിൽ, കുറേ കാലമായി ഞാൻ ഈ ബോൺസായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവന്നു എന്ന് തോന്നിക്കണമെങ്കിൽ ഒരുപാട് അട്രാക്റ്റീവ് ആക്കാനും ഏജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിന് പറ്റും. അതിൽ ചെയ്യുന്നത് അതിൻ്റെ എപ്പിഡെർമിസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാന്റിൻ്റെ ബാർക്കില്ലേ, പ്ലാന്റിൻ്റെ ഏറ്റവും പുറത്തുള്ള ഭാഗം, ബാർക്ക് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ബാർക്ക്. ആ ബാർക്ക് നമ്മൾ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും ടൂൾസ് വെച്ചിട്ട് ഇങ്ങനെ സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കും. ബാർക്ക് ഷാർപ്പ് ടൂൾസ് വെച്ചിട്ട് സ്ക്രാപ്പ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിസ്റ്റർബൻസ് വരില്ല അതിൻ്റെ ഒരു ഗ്രോത്തിൽ. ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും, ഏതെങ്കിലും ഒരു മരത്തുമ്പോൾ പോയിട്ട് നമ്മൾ എന്തെങ്കിലും കയറ് വെച്ച് കെട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെ എന്തെങ്കിലും ഇങ്ങനെ ചുരണ്ടി കളയുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാളുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഭാഗത്തൊരു വേറൊരു രീതിയിലായിരിക്കും അതിൻ്റെ തൊലിയൊക്കെ വന്നിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊരു ഏജ്ഡ് ആയ പോലെയാണ്, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് അവിടെ ഫോം ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഏജിങ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അട്രാക്റ്റീവായിട്ട് തോന്നിക്കും നമ്മുടെ ബോൺസായി. അതിന് വേണ്ടി നമ്മൾ ഏജിങ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഇനി അടുത്തതാണ് റീപോട്ടിങ്. ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ നമ്മളതിനെ റീപോട്ട് ചെയ്യും. ആ ഒരു പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് റീപോട്ട് ചെയ്യും. കാരണം ഒരു കുഞ്ഞൊരു കണ്ടെയ്നറിലാണ് നമ്മൾ വളർത്തുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു റൂട്ടുകളൊക്കെ കറക്റ്റായിട്ട് മൊത്തം ഫിറ്റായിട്ട് പിന്നീട് അതിനുള്ള ഗ്രോത്തൊക്കെ നടക്കാതാവും. അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീപോട്ടിങ് ചെയ്യണം. ഇപ്പോൾ എപ്പോഴാണോ നമ്മളിപ്പോൾ ഷൂട്ട് പ്രൂൺ ചെയ്യുന്ന സമയത്ത്, അതായത് അതിൻ്റെ ഒരു
ഈ ഭാഗമൊക്കെ ഉണ്ടല്ലോ, ലീഫിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ, ലീഫും ബ്രാഞ്ചസും ഒക്കെ പ്രൂൺ ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണമെന്നില്ല, നമ്മുടെ റൂട്ട് പ്രൂൺ ചെയ്യണമെന്നില്ല. ഷൂട്ടുകൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് മനസ്സിലാവും ഈ ഒരു വേരുകളൊക്കെ വളർന്നിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങും, മോൾ ഭാഗത്ത് നിന്ന് തന്നെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് മനസ്സിലാവും റൂട്ടൊക്കെ തിങ്ങിയിട്ടുണ്ട്, നമുക്കിത് റീപോർട്ട് ചെയ്യണം. ആ ഒരു കണ്ടീഷനിൽ നമ്മൾ റീപോർട്ട് ചെയ്ത് കൊടുക്കണം, പുതിയൊരു പോട്ടിലേക്ക് ആക്കി മാറ്റി കൊടുക്കണം. പിന്നെ റൂട്ട് പ്രൂൺ ചെയ്യാം. ഇങ്ങനെ റീപോർട്ട് ചെയ്യുന്ന സമയത്താണ് മെയിൻലി റൂട്ട് പ്രൂൺ ചെയ്യാറുള്ളത്. അപ്പോൾ റൂട്ട് ചെറിയ റേക്കുകളുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ടൂൾസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ, അങ്ങനെയുള്ള ടൂൾസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ആവശ്യമില്ലാത്ത റൂട്ടുകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ചില ബോൺസായികളൊക്കെ നമ്മളിപ്പോൾ ഫസ്റ്റിൽ കണ്ട ബോൺസായി എങ്ങനെയായിരുന്നു, വേരുകളൊക്കെ നല്ല ഭംഗിയുള്ളതായിരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ള വേരുകൾ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ടൈപ്പ് വേരുകളെ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ അതിൻ്റെ ടാപ്പ് റൂട്ടിനെ കട്ട് ചെയ്ത് കളയണം. ടാപ്പ് റൂട്ടിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഇങ്ങനെ അഡ്ജസൻറ്റ് റൂട്ട്, ഇങ്ങനെ ഒരുപാട് റൂട്ട്സ് വരുള്ളൂ. ആ ഒരു ടാപ്പ് റൂട്ട് ഉണ്ടെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ടാപ്പ് റൂട്ടിനെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ ഒരുപാട് റൂട്ട്സ് വരും. അതിൽ നമുക്കിപ്പോൾ റൂട്ടും കൂടി നമ്മൾ പ്രൂൺ ചെയ്യാൻ അല്ലെങ്കിൽ ഷോയി ആക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ഇത് വെച്ചിട്ട് അത്രയും നല്ല റൂട്ടുകൾ മാത്രം നിർത്തിയിട്ട് ബാക്കിയുള്ള റൂട്ട്സൊക്കെ കളയാണ് ചെയ്യുക. അതാണ് റൂട്ട് പ്രൂണിങ്. അതുപോലെ പ്ലാന്റിൻ്റെ ബാലൻസിങ് എന്ന് പറഞ്ഞാൽ അതിനാവശ്യമുള്ള അതായത് ഒരു മീഡിയം ടു ലോ ആയിട്ടുള്ള ഒരു ഷെയ്ഡിങ്, അത്യാവശ്യം മാത്രം ലൈറ്റും വാട്ടറും മാത്രം കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഗ്രോത്തിനെ നമ്മൾ കറക്റ്റായിട്ട് സെക്കൻഡറി പ്രൂണിങ്സ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ട് ഗ്രോത്തിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുവരണം അല്ലേ. നന്നായിട്ട് അതിനെ ഗ്രോ ചെയ്ത് പോകാൻ അനുവദിക്കരുത്. ലീഫുകളൊക്കെ പ്രൂൺ ചെയ്ത്, ഷൂട്ടും റൂട്ടൊക്കെ പ്രൂൺ ചെയ്ത്, വയറിങ്ങും ഏജിങ്ങും ഒക്കെ ചെയ്ത് നമ്മൾ അതിനൊരു ബാലൻസ്ഡ് ഗ്രോത്തിലേക്ക് ആക്കി കൊണ്ടുവരണം. അങ്ങനെ ഒരു പീരീഡായിട്ട് നമ്മളിങ്ങനെ ത്രൂ ഔട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 5-6 വർഷം എത്തുമ്പോഴേക്കും അത് ആ ഒരു പ്ലാന്റ് ആ ഒരു കണ്ടീഷനിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതൊരു സ്ലോ പ്രോസസ്സാണ്. കാരണം എപ്പോഴും ആ ഒരു മരം എന്ത് ചെയ്യാൻ ശ്രമിക്കും, വലിയതായിട്ട് വളരാൻ ശ്രമിക്കും. പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത്രയും മാത്രം അതിന് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് എന്ത് ചെയ്യാൻ തുടങ്ങും, ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രോത്തിലേക്ക് എത്തും. എന്നാലും നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, നമ്മൾ പ്രൂൺ ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോവും. ഓക്കെ, അതുപോലെ വാട്ടറിങ്ങും ഫെർട്ടിലൈസിങ്ങും നമ്മൾ വളരെ കുറച്ച് വാട്ടർ മാത്രമാണ് ആഡ് ചെയ്യേണ്ടത്. പിന്നെ വാട്ടർ ആഡ് ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റിൽ കണ്ടെയ്നറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വലിയ ഹോളുകളാണ് കണ്ടെയ്നേഴ്സിലുള്ളതെന്ന് അല്ലേ. അപ്പോൾ നല്ല ഡ്രെയിനേജ് സിസ്റ്റം ആയിരിക്കണം നമ്മുടെ ബോൺസായി പോട്ടിന് വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ തന്നെ എന്താണ് ആ ഡ്രെയിനേജ് ഹോളിൽ കൂടെ അത് പൊക്കോളും. പിന്നെ വെള്ളം നമ്മൾ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാലേ ആ ഒരു പ്ലാന്റിന് എപ്പോഴും വേണ്ടത് വെള്ളമാണ് അല്ലേ. അപ്പോൾ വെള്ളം ഒരുപാട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് പെട്ടെന്ന് വലുതാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയും. ഒരുപാട് വെള്ളം നമ്മൾ ഒഴിച്ചാലും ആ ഒരു ഡ്രെയിനേജ് ഹോളിൽ കൂടെ അത് പോയിക്കോളും. അപ്പോൾ ആവശ്യമുള്ള വെള്ളം മാത്രമേ അതിന് കിട്ടുള്ളൂ. മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും മിനിമം എമൗണ്ട് വാട്ടർ മാത്രമേ അതിന് കിട്ടുള്ളൂ. അപ്പോൾ ഫെർട്ടിലൈസിങ് നടത്തുന്നതാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. കുറേ വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പ്ലാന്റ് പെട്ടെന്ന് വലുതാവും അല്ലേ. പക്ഷേ ഇവിടെ നമ്മൾ വളരെ ചെറിയ അളവിൽ മാത്രമാണ് സ്ലോ ഫെർട്ടിലൈസേഴ്സൊക്കെ ഉണ്ട്. അതായത് പതുക്കെ മാത്രം ആക്ഷൻ വരുന്ന ടൈപ്പ് സ്ലോ ഫെർട്ടിലൈസറുകളൊക്കെ ഉണ്ട്. അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക, ബോൺസായിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ഫോളോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോൺസായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കറക്റ്റായിട്ട് പഠിക്കുക, SCQ ഒക്കെ വരുന്നതാണ്. ഓക്കെ.